ഇന്നത്തെ വീഡിയോയിൽ ഓപ്പോയുടെ റെനോ സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ഓപ്പോ റെനോ 11 5Gയുടെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. ഇങ്ങനൊരു ബോക്സിലാണ് ഓപ്പോ റെനോ 11 5G വരുന്നത്. ഇതൊരു ഗ്ലോബൽ വെർഷൻ ആണ്. ഇതിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന വെർഷൻ ആണ്. ബോക്സിലെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യണം. നമുക്കിവിടെ ഓപ്പോയുടെ ബ്രാൻഡിങ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്താണെങ്കിൽ നമുക്കിവിടെ ബുക്ക്ലെറ്റ്സ്, സിം ഇജക്ടർ ടൂള്, പിന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ഒരു കേസും കൂടെ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള കളറ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഗ്രീൻ കളറിന് മാച്ച് ചെയ്തിട്ടുള്ളൊരു കേസ് തന്നെയാണ് നമുക്കിപ്പോൾ ഓപ്പോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസ് തന്നെയാണ്. അടുത്ത നമുക്ക് ഫോണൊന്ന് നോക്കാം. ഫോണിൽ ഫ്രണ്ടിൽ തന്നെ നമുക്കിപ്പോൾ ഓപ്പോ റെനോ 11 5G എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ 32 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറ ഉണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ സോണി സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസർ. പിന്നെ ഇതിൽ 67 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ഫ്ലാഷ് ചാർജ് സപ്പോർട്ട് അവൈലബിൾ ആണ്. 5000 mAh ആണ് ഇതിൽ ബാറ്ററി വരുന്നത്. കളർ OS 14 അവൈലബിൾ ആണെന്ന് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഫോണ് ഇവിടെ മാറ്റി വെക്കാം. ബോക്സിൽ ഒക്കെ ആണെങ്കിൽ Type A to Type C USB കേബിൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഒരു 67 വാട്ടിൻ്റെ ഒരു സൂപ്പർ വോക്ക് ചാർജറും കൂടെ ഈ ഒരു ബോക്സിൽ തന്നെ അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പം പല കമ്പനീസും ചാർജർ ബോക്സിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഓപ്പോയിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതും ഫാസ്റ്റ് ചാർജറാണ്. നമുക്ക് ഈ ബോക്സ് അവിടെ മാറ്റി വെച്ചിട്ട് മെയിൻ പാർട്ടായിട്ടുള്ള ഫോണിലേക്ക് പോവാം. കൊള്ളാമല്ലേ ഡിസൈന്? ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് വോളിയം റോക്കർ ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. അതിന് താഴത്തായിട്ട് പവർ ബട്ടൺ ഉണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ചാർജിങ് പോർട്ട് ഉണ്ട്, പിന്നെ മൈക്ക്, പിന്നെ സിം ട്രേ ഉണ്ട്. ഡ്യുവൽ സിം ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കിതിൽ SD കാർഡും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഡ്യുവൽ സിം സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ സിം ഒരു SD കാർഡും കൂടെ ഈ ഒരു ഫോണിൽ നമുക്ക് സപ്പോർട്ടഡ് ആണ്. ഓൾറെഡി 256 GB സ്റ്റോറേജ് ഉണ്ട്. അതിന്റെ കൂടെ നമുക്കിപ്പോൾ SD കാർഡ് യൂസ് ചെയ്തിട്ട് സ്റ്റോറേജ് ഇൻക്രീസും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സ്പീക്കർ ഗ്രില്ല് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ബട്ടൺസ് ഒന്നും ഇല്ല. ടോപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു IR ബ്ലാസ്റ്റർ, പിന്നെ ഒരു സ്പീക്കർ ഗ്രില്ലും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡ്യുവൽ സ്പീക്കർ സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ ഓപ്പോ കൊടുത്തിരിക്കുന്നത്. ക്യാമറ മോഡലിൽ നോക്കി കഴിഞ്ഞാണെങ്കിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ മുകളിലായിട്ട് ഒരു സിംഗിൾ ക്യാമറ കാണുന്നുണ്ട്. പിന്നെ 2 ക്യാമറ താഴത്തുള്ള ആ ഒരു സർക്കിളിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു ഗ്ലോസി ഫിനിഷിംഗിലാണ് ഉള്ളത്. നല്ലൊരു ടെക്സ്ചേർഡ് ലെയർ ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡിസൈൻ കൊള്ളാം. സ്ലീക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്യുവൽ 3D കർവ്ഡ് ഡിസൈൻ ആണ്. 182 ഗ്രാം മാത്രമേ ഈ ഒരു ഫോണിനുള്ള വെയിറ്റ് ഉള്ളൂ. 7.99 mm തിക്നെസ് മാത്രമേ ഈ ഒരു ഫോണിൽ വരുന്നുള്ളൂ. നല്ലൊരു ലൈറ്റ് വെയിറ്റ്, സ്റ്റൈലിഷ്, സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. നാച്ചുറലിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ള കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 കളറുകളിലാണ് മിഡിൽ ഈസ്റ്റ് വെർഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. റോക്ക് ഗ്രേ, അടുത്തത് വേവ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട്. എന്റെ കയ്യിലിരിക്കുന്നത് വേവ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. ക്യാമറയുടെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ സൺഷൈൻ റിങ്ങോട് കൂടിയിട്ടുള്ള പുതിയൊരു മാട്രിക്സ് ആണ് ഓപ്പോ ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 2 റിങ്ങുകളിലായിട്ട് 3 ക്യാമറയാണ് ഓപ്പോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിങ്ങിലേക്ക് സൺഷൈൻ വന്നാണെങ്കിൽ ഈ ഒരു റിങ് ലൈറ്റ് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ഫോണിന്റെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചിന്റെ 120 Hz സപ്പോർട്ട് കൂടിയിട്ടുള്ള കർവ്ഡ് ഡിസൈനോട് കൂടിയിട്ടുള്ള ആംബുലോയിഡ് ഡിസ്പ്ലേ ആണ്. 93% ബോഡി ടു സ്ക്രീൻ റേഷ്യോ ആണ് ഈ ഒരു ഫോണിൽ. 120 Hz സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്ത് ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 10 ബിറ്റിന്റെ സപ്പോർട്ട് കൂടി ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. HDR10+ സപ്പോർട്ട് കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മൾട്ടിമീഡിയ കൺസപ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതാണ്. സ്റ്റീരിയോ സൗണ്ട് സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ സാമ്പിൾസ് പ്ലേ ചെയ്ത് കാണിക്കാം. അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നത്. അൾട്രാ വോളിയം മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ വോളിയം ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാണെങ്കിൽ 100% എത്തും. 100% ശേഷം ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിച്ചാണെങ്കിൽ നമുക്കത് 300% വരെ ബൂസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഓപ്പോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു കംപ്ലീറ്റ് ഡേ നമുക്കിപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 67 വാട്ടിന്റെ ഒരു സൂപ്പർ വോക്ക് ചാർജറും ഓപ്പോ ഈ ഒരു ഫോണിന്റെ കൂടെ തരുന്നുണ്ട്. ഈ ഒരു ചാർജർ യൂസ് ചെയ്തിട്ട് നമ്മൾ
നമ്മളിപ്പോൾ ചാർജ് ചെയ്താണെങ്കിൽ 33% വിത്തിൻ 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 100% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം 45 മിനിറ്റ്സ് ആണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോണി സെൻസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. OISന്റെ സപ്പോർട്ടും കൂടിയുണ്ട്. 1.8 അപ്പർച്ചറാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ലോ ലൈറ്റിലും കാര്യങ്ങളൊക്കെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുന്നതാണ്. ടെലിഫോട്ടോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലാണ് ടെലിഫോട്ടോ ലെൻസ് വരുന്നത്. അതും ഒരു സോണി സെൻസർ തന്നെയാണ്. അപ്പർച്ചർ വാല്യൂ നോക്കുകയാണെങ്കിൽ f2 ആണ്. 47 mm ആണ് ഫോക്കൽ ലെങ്ത് വരുന്നത്. 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതിലും സോണി സെൻസർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. f2.2 ആണ് അതിന്റെ അപ്പർച്ചർ വരുന്നത്. അൾട്രാ വൈഡ് ലെൻസിൽ നമുക്ക് 16 mm ഫോക്കൽ ലെങ്ത് ലഭിക്കുന്നതാണ്. ടെലിഫോട്ടോ ക്യാമറയിൽ നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂമും 5x സെൻസർ സൂമും ലഭിക്കുന്നതാണ്. നമ്മളിപ്പോൾ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ പോർട്രേറ്റ് ക്യാമറയാണ് സെൽഫി ക്യാമറ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഈ ഒരു ഫോണിന്റെ പോർട്രേറ്റ് മോഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്രോഗ്രേഡ് പോർട്രേറ്റ് മോഡാണ് ഈ ഒരു ഫോണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ DSLR ടൈപ്പ് പോർട്രേറ്റ് ഫോട്ടോ ഈ ഒരു ഫോണിൽ നിന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 26 mm 47 mm ഫോക്കൽ ലെങ്ത് ആണ് നമുക്കിപ്പോൾ പോർട്രേറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാണെങ്കിൽ ആ ഒരു ബൊക്കെ നല്ലൊരു DSLR ടൈപ്പിൽ തന്ന ബൊക്കെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഈ ഒരു ഫോണിൽ നിന്ന് എടുത്ത സാമ്പിൾ ഫോട്ടോസും വീഡിയോസും ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ക്യാമറ ഉള്ളതല്ലേ ഫ്രണ്ട്? ഗുഡ് ക്യാമറ ഓവറോൾ. ഫേഷ്യൽ റെക്കഗ്നീഷന്, സബ്ജക്ട് സീന് സെപ്പറേഷൻ ഒക്കെ ഈ ഒരു ഫോണിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള പോർട്രേറ്റ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോക്കസ് എക്സ്പെർട്ട് എഞ്ചിനാണ് ഓപ്പോ ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ക്യാമറയിൽ 32 മെഗാ പിക്സലാണ് ഇതിൽ നമുക്ക് വരുന്നത്. അപ്പർച്ചർ വരുന്നത് f2.4 ആണ്. 22 mm ഫോക്കൽ ലെങ്ത് ആണ് സെൽഫി ക്യാമറയിൽ നമുക്ക് ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. വീഡിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ 4K 30 FPS വരെയുള്ള വീഡിയോസ് നമുക്ക് ഈ ഒരു ഫോണിൽ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കിപ്പോൾ ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് 4K ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസറിന്റെ സപ്പോർട്ടും കൂടി ഈ ഒരു ഫോണിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കൈയൊന്ന് ഷേക്ക് ആയതാണെങ്കിലും നല്ലൊരു സ്റ്റെബിലൈസ് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു അൾട്രാ ക്ലിയർ പോർട്രേറ്റ് ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു ഫോണിൽ ഓപ്പോ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പം DSLR ലൈക്ക് പോർട്രേറ്റ് ഈ ഒരു ഫോണിൽ നിന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ ആയിക്കോട്ടെ നല്ല രീതിയിൽ ഈ ഒരു ഫോണിൽ നിന്നുള്ള ക്യാമറ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7050 പ്രോസറാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന വേരിയന്റ് 256 GB വേരിയന്റ് ആണ്. 12 GB RAM ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് 12 GB എക്സ്പാൻഡബിളും കൂടെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ് Dimensity 7050. നമ്മളിപ്പം ഗെയിമിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ നല്ല ഫാസ്റ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കിപ്പോൾ ഒരു ഗെയിമിംഗ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. PUBG ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഗെയിം ടെസ്റ്റ് ചെയ്യാം. അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് നമുക്കിപ്പോൾ ഇതിൽ ഗെയിം പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കിതിൽ ഗെയിം മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ എനേബിൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ഗെയിമിൽ അവൈലബിൾ ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ColorOS 14 സപ്പോർട്ടോട് കൂടിയിട്ടുള്ള Android 14 ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ColorOS 14നെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടുകയാണെങ്കിൽ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അതിൽ നിന്ന് അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. ഫയൽ ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വേർഡ് അല്ലെങ്കിൽ ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കോപ്പി ചെയ്ത് ഫയൽ ഡോക്കിലേക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സപ്പോർട്ടിംഗ് ആപ്പിലേക്ക് നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഫയൽ ഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്മാർട്ട് ഇമേജ് മാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചാണെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തുകൊണ്ട് ആ ഒരു പിക്ചറിന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മൾട്ടിപ്പിൾ പേഴ്സൺ ഉള്ള ഒരു ഇമേജിൽ നിന്നും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഓപ്പോ ColorOS 14 അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓപ്പോ ആണ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ട്രിനിറ്റി എഞ്ചിന്റെ സഹായത്തോടു കൂടി റോം വിർച്വലൈസേഷന്, റാം വിർച്വലൈസേഷന്, CPU വിർച്വലൈസേഷൻ ഒക്കെ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കണക്ടിവിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ 5G സപ്പോർട്ട് അവൈലബിൾ ആണ്. NFC സപ്പോർട്ടും കൂടെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം കാർഡ്ലെസ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ട് പിന്നെ IR ബ്ലാസ്റ്റർ സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. IR ബ്ലാസ്റ്റർ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കിപ്പം ടിവിയുടെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കിതിൽ microSD സപ്പോർട്ടും കൂടെ അവൈലബിൾ ആണ്. അതായത് നമുക്കിപ്പോൾ ഡ്യുവൽ സിം ആയിട്ട് ഈ ഒരു ഫോൺ
വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിം ഒരു SD കാർഡ് എന്നുള്ള രീതിയിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. Wi-Fi 6ന്റെ സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ലിങ്ക് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ എഞ്ചിന് ഓപ്പോ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നെറ്റ്വർക്ക് സിഗ്നൽ ലോസോ കാര്യങ്ങളോ ഉണ്ടാകത്തില്ല. നല്ലൊരു സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സിഗ്നൽ നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വെർഷനാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1599 ദിറംസ് ആണ്. ഈ ഒരു ഫോൺ നമുക്കിപ്പോൾ ജനുവരി 11 മുതൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾ ഈ ഒരു ഫോൺ ജനുവരി 11 മുതൽ 17 വരെ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിന്റെ കൂടെ കുറച്ച് ഓഫേഴ്സും കൂടെ അവൈൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 6 മന്ത് എക്സ്റ്റൻഡഡ് വാറണ്ടി നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ വാങ്ങിച്ചതാണെങ്കിൽ കിട്ടുന്നതാണ്. അതുമാത്രമല്ല ഓപ്പോയുടെ എൻകോ ബഡ്സ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇയർഫോണും നിങ്ങൾക്ക് ഈ ഒരു പാക്കേജിന്റെ കൂടെ അവൈലബിൾ ആകുന്നതാണ്. 6 മന്ത്സ് സ്ക്രീൻ പ്രൊട്ടക്ഷൻ വാറണ്ടിയും കൂടെ നമുക്ക് ഈ ഒരു ടൈം പീരീഡിൽ വാങ്ങിച്ചാണെങ്കിൽ ഓഫർ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾ വാങ്ങിച്ചാണെങ്കിൽ ഈ ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് നല്ലൊരു ഡിസൈനോട് കൂടിയിട്ടുള്ള നല്ലൊരു ക്യാമറ സിസ്റ്റം, അതായത് എസ്പെഷ്യലി പോർട്രേറ്റ് ക്യാമറ സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള സ്ലീക്ക് ആൻഡ് ഡിസൈൻ ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു ഫോൺ. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഇപ്പം ഗെയിമിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ നല്ല രീതിയിൽ പെർഫോമൻസ് ഈ ഒരു ഫോണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ഫോൺ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോൺ തന്നെയാണ് ഓപ്പോ റെനോ 11. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.